പാരലലോഗ്രാമിന്റെ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ ഞാൻ ഈ ഒരു ഫിഗറിൽ ഈ ബേസിലോട്ട് ഈ വെർട്ടെക്സിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അതേപോലെ ഈ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും പോർഷൻ അല്ലേ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയി. ഞാൻ ഇതിനെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻ എന്തായി? ഒരു റെക്റ്റാങ്കിൾ ആയി ആണല്ലോ. റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ ലെങ്തിന് പകരം ബി, ബ്രെഡ്ത്തിന് പകരം ഈ പോർഷൻ ഇവിടുത്തെ ഹൈറ്റ് ആണ്, ബി ഇൻറ്റു എച്ച്. ഇതാണ് പാരലലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി ഇതല്ലാതെ വേറൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഫിഗറിൽ ഞാൻ ഈ രണ്ട് വെർട്ടെക്സുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടൊരു ഡയഗണൽ വരച്ചു. അപ്പോൾ ഇത് ഈ പാരലലോഗ്രാമിനെ രണ്ട് സ്കെലിയൻ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്കെലിയൻ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. എ എന്ന് പറയുന്നത് ഇത്, ബി എന്ന് പറയുന്നത് ഇത്, സിക്ക് പകരം ഇവിടുത്തെ ഡയഗണൽ ഡി എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ രണ്ട് സ്കെലിയൻ ട്രയാങ്കിൾ ഉണ്ട്. അപ്പം 2 റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് ബി. എസ് എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ ആണ്, അതായത് എ പ്ലസ് ബി പ്ലസ് ഡി ബൈ 2. ഓക്കെ, ഇനി പാരലലോഗ്രാമിന്റെ പെരിമീറ്റർ അങ്ങ് കണ്ടുപിടിക്കാം. 2 ഇൻറ്റു ബി പ്ലസ് എ ആണ് പാരലലോഗ്രാമിന്റെ പെരിമീറ്റർ. ഓക്കെ,